നമസ്കാരം. CMRL കമ്പനിയിൽ നിന്നും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയും അവരുടെ എക്സാലോജി കമ്പനിയും കോടികൾ മാസപ്പടിയായി വാങ്ങിയ കള്ളപ്പണ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം നടത്തിയ മിന്നൽ റെയ്ഡിന് പിന്നാലെ CPM നേതാക്കൾ ഒരു പുതിയ ക്യാപ്സ്യൂളുമായി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ ഒരു റെയ്ഡ് നടന്നത്. അതുകൊണ്ട് ഇതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നാണ് MV ഗോവിന്ദനും MA ബേബിയും ഒക്കെ പറയുന്നത്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം VD സതീശൻ നടത്തിയ ആദ്യത്തെ ഔദ്യോഗിക സന്ദർശനമായിരുന്നു അത്. ആ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞ ഉടൻ നരേന്ദ്രമോദി EDയെ വിട്ട് പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുമെന്ന് വിശ്വസിക്കാൻ കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന ആർക്കും കഴിയില്ല. ഈ കേസ് പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിമുളച്ചതുമല്ല. ED അന്വേഷണത്തിന് മേലുണ്ടായിരുന്ന സ്റ്റേ റിലീസ് ചെയ്തതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ വിപുലമായ റെയ്ഡ് നടക്കുന്നത്. ഇതിൽ പുതിയ സംസ്ഥാന സർക്കാരിനോ മുഖ്യമന്ത്രി VD സതീശനോ യാതൊരുവിധ പങ്കുമില്ല. അത് പാവപ്പെട്ട അണികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി CPM ഇറക്കുന്ന വെറും കപട പ്രസ്താവന മാത്രമാണ്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഇപ്പോഴും BJPയെയും നരേന്ദ്രമോദിയെയും കുറ്റപ്പെടുത്താൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം പിണറായി വിജയനെ അഴിക്കുള്ളിലാക്കാനുള്ള സകല തെളിവുകളും BJP സർക്കാരിന്റെയും കേന്ദ്ര ഏജൻസികളുടെയും കയ്യിലുണ്ടെന്ന കടുത്ത ബോധ്യം പിണറായിക്കുണ്ട്. പിണറായി വിജയൻ പ്രതിയായിട്ടുള്ള ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ ഏകദേശം 48-ലധികം തവണയാണ് നീട്ടിവെക്കപ്പെട്ടത്. അതുപോലെ ഈ മാസപ്പടി കേസ് പോലും ഹൈക്കോടതിയിലും മറ്റ് ഫോറങ്ങളിലുമായി 25-ലധികം തവണയാണ് മാറ്റിവെക്കപ്പെട്ടത്. ED, കസ്റ്റംസ് തുടങ്ങിയ ഏജൻസികളൊക്കെ മുൻപും പിണറായി വിജയനെതിരെ സ്വർണ്ണക്കടത്തിലും കള്ളപ്പണ കേസിലും അന്വേഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും അന്വേഷണം എവിടെയും എത്തിയതുമില്ല. അത് തെളിവുകളില്ലാഞ്ഞിട്ടല്ല, മറിച്ച് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ കൊണ്ട് കേന്ദ്രത്തിലെ BJPക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കേരളത്തിൽ കളം മാറി. UDF അധികാരത്തിൽ വന്നതോടെ ആ പഴയ ലക്ഷ്യങ്ങളൊന്നും ഇനി നടക്കില്ല എന്ന് BJPക്ക് ഉറപ്പായി. അവരെ സംബന്ധിച്ച് ഇനി പിണറായി വിജയന് യാതൊരുവിധ രാഷ്ട്രീയ വിലയുമില്ല. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ BJPയെ പ്രകോപിപ്പിക്കേണ്ട എന്ന് കരുതി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിനെതിരെ കുറ്റപ്പെടുത്താതെ, ഒരു വാക്കുപോലും പറയാതെ ഇപ്പോഴും സംസ്ഥാന സർക്കാരിനെയും കോൺഗ്രസിനെയും മാത്രം കുറ്റപ്പെടുത്തുന്നത്. ഇനി നമുക്ക് ED പുറത്തുവിട്ട കൃത്യമായ സാമ്പത്തിക ക്രമക്കേടുകളുടെ കണക്കുകളിലേക്ക് വരാം. 2017-നും 2020-നും ഇടയിൽ വീണയുടെ IT സ്ഥാപനമായ എക്സാലോജിക് സൊല്യൂഷൻസ് യാതൊരുവിധ സേവനവും നൽകാതെ CMRL കമ്പനിയിൽ നിന്നും ഏകദേശം 1.72 കോടി മുതൽ 2.78 കോടി വരെ നിയമവിരുദ്ധമായി കൈപ്പറ്റിയെന്നാണ് SFIUയും EDയും കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ കള്ളപ്പണ വഴി അഥവാ മണി ട്രെയിൽ അന്വേഷിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. രാഷ്ട്രീയക്കാർക്കും ട്രേഡ് യൂണിയനുകൾക്കും ചില മാധ്യമ പ്രവർത്തകർക്കും വിതരണം ചെയ്യാൻ വേണ്ടി ഈ ഫണ്ടുകൾ ഉപയോഗിച്ചു എന്നാണ് ED വ്യക്തമാക്കുന്നത്. ഈ കേസിൽ 160 പേജുള്ള കനത്ത പ്രോസിക്യൂഷൻ പരാതിയാണ് SFIU നൽകിയിരിക്കുന്നത്. ഇതിൽ വീണ CMRL MD ശശിധരൻ കർത്ത എന്നിവരടക്കം 25 പേരെ പ്രതിയാക്കിയിട്ടുണ്ട്. ഇതിലും ഭീകരമായത് 2025 ഏപ്രിലിൽ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം വീണയ്ക്കെതിരെയുള്ള പ്രോസിക്യൂഷൻ നടപടികൾക്ക് അനുമതി നൽകിയത് കോർപ്പറേറ്റ് തട്ടിപ്പ് കൈകാര്യം ചെയ്യുന്ന കമ്പനി ആക്ട് 2013-ലെ സെഷൻസ് 447 പ്രകാരമാണ്. 6 മാസം മുതൽ 10 വർഷം വരെ കഠിന തടവും നടത്തിയ തട്ടിപ്പിന്റെ 3 ഇരട്ടി വരെ പിഴയും കിട്ടാവുന്ന അതീവ ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണിത്. കഴിഞ്ഞ ദിവസം 10 ഇടങ്ങളിലാണ് ED വിപുലമായ റെയ്ഡ് നടത്തിയത്. അതിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട് മാത്രമല്ല, വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും ED മിന്നൽ പരിശോധന നടത്തി കഴിഞ്ഞു. തീരദേശത്തെ വിലപിടിപ്പുള്ള ധാതുമണൽ കൊള്ള ചെയ്യാൻ CMRL കമ്പനിക്ക് അനുമതി നൽകിയതിന് പകരമായി മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് ഒഴുക്കിയ കൈക്കൂലി പണമാണിതെന്ന് പരാതിക്കാരനായ ഷോൺ ജോർജ് കൃത്യമായ തെളിവുകൾ സഹിതം വ്യക്തമാക്കുന്നുണ്ട്. ഇനി BJPയെ കൂടുതൽ പ്രകോപിപ്പിച്ചാൽ അവരുടെ കയ്യിലിരിക്കുന്ന ലാവ്ലിൻ കേസും സ്വർണ്ണക്കടത്ത് കേസും ഈ ഒരു മാസപ്പടി കേസും വേഗത്തിലാവുകയും താൻ നേരെ ജയിലിലേക്ക് പോകേണ്ടി വരുമെന്നുമുള്ള കടുത്ത ഭയം ഉള്ളതുകൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ മൗനം പാലിക്കുന്നത്. കോടികൾ ഒഴുക്കി കേസ് അട്ടിമറിക്കാൻ നോക്കിയ പിണറായിക്കെതിരെ EDയുടെ അടുത്ത മിന്നൽ നീക്കങ്ങൾ വരികയാണ്. മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രിയെ കണ്ടയുടൻ ED റെയ്ഡ് നടത്തിയെന്ന് പറഞ്ഞ് കരയുന്ന MA ബേബിയും MV ഗോവിന്ദനും ഒരു കാര്യം മനസ്സിലാക്കണം. 48 തവണ ലാവ്ലിനും 25 തവണ മാസപ്പടിയും മാറ്റിപ്പൂഴ്ത്തി BJPയെ സുഖിപ്പിച്ച പിണറായി വിജയന്റെ ആ പഴയ ലക്ഷ്യങ്ങൾ UDF സർക്കാർ വന്നതോടെ അവസാനിച്ചു. കമ്പനി ആക്ട് സെക്ഷൻസ് 447 പ്രകാരം 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കോർപ്പറേറ്റ് തട്ടിപ്പ് കേസിലാണ് പിണറായിയുടെ മകൾ വീണ ഇപ്പോൾ EDയുടെ വലയിലായിരിക്കുന്നത്. BJPയെ കൂടുതൽ പ്രകോപിപ്പിച്ചാൽ ലാവ്ലിൻ ഫയലുകൾ പുറത്തെടുക്കുമെന്ന ഭയം കൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പോഴും കേന്ദ്രത്തിന് മുന്നിൽ നട്ടല് വളച്ചു നിൽക്കുന്നത്. അഴിമതിയുടെ ആ ശതകോടികളുടെ കരിമണൽ കർത്ത മാസപ്പടി കണക്കുകൾക്ക് മുന്നിൽ പിണറായി കുടുംബത്തിന് ഇനി രക്ഷയില്ല.